ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹിജറയിൽ നിഴൽ പോലെ നബി തങ്ങളെ പിന്തുടർന്നു. ഒരു ഹറാമ് ചെയ്തിട്ടില്ല, ഒരു അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, ഒരു വക്കത്ത് നിസ്കാരം കലാക്കിയിട്ടില്ല. എന്തിനേറെ ഒരിക്കൽ ഇതേപോലൊരു സദസ്സിൽ നബി തങ്ങൾ പറഞ്ഞു, പാരത്രിക ലോകത്ത് കൃത്യമായി നിസ്കരിച്ച ആളുകൾ വരുമ്പോ അവർക്കൊരു ഗ്രീൻ കാറ്റഗറിയുടെ ചാനൽ ഉണ്ടാകും, അവിടെ കുറച്ച് മലക്കും ഉണ്ടാകും. സക്കാത്ത് കൊടുത്തവർക്കും അതുപോലെ ഉണ്ടാകും. അങ്ങനെ ഓരോ ഇബാദത്ത് ചെയ്തവർക്ക് പ്രത്യേകം പ്രത്യേകം കവാടങ്ങൾ ഉണ്ടാകും. ആ കവാടങ്ങളിലൊക്കെ മലക്കുകളും ഉണ്ടാകും. ജനങ്ങൾ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങുന്നത് കാണുമ്പോ മലക്കുകൾ നിസ്കാരക്കാരെ വിളിക്കും, വരൂ, നിങ്ങൾ ഇതിനാ തിരക്കൂട്ടണം, ഇതിലൂടെ പോയിക്കോ. സക്കാത്ത് കൊടുത്ത വിളിച്ച് നിങ്ങൾ ഇതിലൂടെ പോയിക്കോളൂ. ഓരോരുത്തരെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ സദസ്സിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റ് ചോദിച്ചു, നബിയേ, എല്ലാ കവാടങ്ങളിലൂടെയും പേരെടുത്ത് വിളിക്കപ്പെടുന്ന അനുയായികൾ അങ്ങയുടെ ഉമ്മത്തിലുണ്ടാകുമോ? ഇതെന്ന് ചോദിച്ചപ്പോ ഹബീബ് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഉണ്ടെന്ന് മാത്രമല്ല സിദ്ദീഖേ, താങ്കൾ അതിലൊരു മെമ്പറാണെന്നാണ് എന്റെ നിഗമനം. കാല റസൂലുള്ളാഹി. ഇങ്ങനെ എല്ലാം ഉള്ള സിദ്ദീഖ് തങ്ങള് കണ്ടോ, നിങ്ങൾ കിതാബുകളിൽ കാണാം. ഒരു ദിവസം നോമ്പുകാരനാണ്, നോമ്പ് തുറക്കാനുള്ള ടൈം അടുത്തായി. ആ സമയത്താണ് തന്റെ ഒരു അടിമ ഒരൽപ്പം നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ആ ഭക്ഷണം കയ്യിൽ വാങ്ങി നോമ്പ് മുറിച്ചു നിസ്കാരം കഴിഞ്ഞ് അതിലൽപ്പം വായിലെടുത്ത് തിന്നുകൊണ്ടിരിക്കുമ്പോ മഹാനായ സിദ്ദീഖ് തങ്ങളോട് ഇയാൾ ചോദിക്കുന്നു, ഓ സിദ്ദീഖ്, ഞാൻ തന്ന ഭക്ഷണം നിങ്ങൾ കഴിച്ചു, എന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി എന്നോട് അന്വേഷിച്ചില്ലല്ലോ. മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ എന്തിന് അന്വേഷിക്കണം? നീ എന്നെ വഞ്ചിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ വഞ്ചിച്ചിട്ടില്ല, പക്ഷേ ഈ കൊണ്ടുവന്ന ഭക്ഷണം എനിക്കറിയാത്ത ഒരു തൊഴിൽ അറിയുമെന്ന് നടിച്ചുകൊണ്ട് അതിൽ കിട്ടിയ വരുമാനമാണ്. ഇതെന്ന് പറഞ്ഞപ്പോ മഹാന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. വയറ് നിറയെ കഴിച്ചിട്ടില്ല, അമിതമായി കഴിച്ചിട്ടില്ല. ഒരു ഉരുള ഭക്ഷണം ഉള്ളിലങ്ങ് ചെന്നപ്പോ മഹാനവറുകളോട് ഇതങ്ങ് പറയുമ്പോ 5 വിരലുകളും വായിന്റെ ഉള്ളിലേക്ക് ഇടുന്നു, പക്ഷേ ഛർദിക്കുന്നില്ല. കുറെ വെള്ളമെടുത്തു കുടിക്കുന്നു, ഛർദിക്കുക. അവസാനം ഈ വിരലുകൾ വായിലിട്ട് ഛർദിക്കുകയാണ്. എന്നിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്റെ ഉള്ളിലേക്ക് പോയ ആഹാരം പുറത്തു കൊണ്ടുവരാൻ എന്റെ ശരീരം നശിപ്പിക്കേണ്ടി വന്നാൽ ഞാനത് ചെയ്യുമായിരുന്നു. കാരണം നബി തങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഏതൊരു ശരീരവും ഹറാമായ മുതലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതൊരു ശരീരവും നരകം കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ നരകാഗ്നിയിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല, ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. മാസങ്ങളോളം ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് മഹാനവറുകൾ പാതിരാവിന്റെ മറവിൽ കഴിച്ചു കൂട്ടിയെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന യുവാക്കള് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം, നമ്മുടെ വരുമാനത്തിന്റെ സ്ഥിതി എന്താണ്? നമ്മൾ പണിത വീടിന്റെ സ്ഥിതി എന്താണ്? നാം വാങ്ങിക്കൂട്ടിയ ഭൂമിയുടെ സ്ഥിതി എന്താണ്? പലപ്പോഴും നമുക്കറിയാം, അള്ള പൊരുത്തപ്പെടാത്ത ധാരാളം വിഭവങ്ങൾ അതിൽ കടന്നുകൂടിയെങ്കിൽ നിന്റെ നിസ്കാരം വെറുതെയാണ്, നിന്റെ അമലുകൾ മുഴുവനും വെറുതെയാണ്. ഞാൻ ആ ഭാഗം നീട്ടുകയല്ല പ്രിയപ്പെട്ടവരെ. 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദിലെ സയ്യിദുനാ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, പ്രഭാഷകനാണ്, അഗാധജ്ഞാനിയാണ്. പക്ഷേ മഹാനവറുകൾക്കൊരു പ്രത്യേകതയുണ്ട്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ചിലപ്പോ പെട്ടെന്ന് ബോധം കെട്ട് വീണു പോകും, ചിലപ്പോ താൻ പറയുന്ന മാറ്റം അങ്ങ് മറന്നുപോകും. ഒരു 2 മിനിറ്റ് ഇങ്ങനെ തപ്പിത്തടഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോ പെട്ടെന്നൊരു അബോധാവസ്ഥ വരും. ഇത് കണ്ടപ്പോ മുത്തല്ലിമീങ്ങൾ ചോദിച്ചു, അല്ല ഉസ്താദ്, എന്താ ഇങ്ങനെ ഒരു പുതുമ? നിങ്ങൾ നല്ല ഇൽമുള്ള തഖ്വയുള്ള ഒരു മനുഷ്യനാണല്ലോ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? മഹാനായ ഇമാമുൽ ഹറമൈൻ തങ്ങൾ ഉടനെ പറഞ്ഞു, എനിക്കത് സംഭവിക്കാനുള്ള കാരണം ചെറുപ്പത്തിൽ എന്റെ ഉമ്മയോട് നൽകിയ ഉപദേശം എന്റെ ഉമ്മ ഒരു സമയത്ത് അത് പാലിക്കാൻ കഴിഞ്ഞില്ല. ഇമാമുൽ ഹറമൈൻ തങ്ങൾ വീണ്ടും മുത്തവര് എന്താണ്? ഉടനെ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല,
എന്നെ പ്രസവിക്കപ്പെട്ടപ്പോ എന്റെ ഉപ്പ എന്നെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, മോളെ നല്ല ഭാവിയുള്ള ഒരു ഗുരുന്ന, നല്ല മുഖപ്രസന്നത, ഇവനെ നമുക്ക് നല്ലൊരു ആലിമാക്കണം, നല്ല കഴിവുള്ള ആളാണ്. അതുകൊണ്ട് അറബികൾക്കൊരു പ്രത്യേകതയുണ്ട്, കുട്ടി ജനിച്ചാൽ മറ്റുള്ളവരെ മുലയൂട്ടാൻ ഏൽപ്പിക്കുന്ന പ്രത്യേകത. നമ്മുടെ നബിയെ മുലയൂട്ടിയത് ആരാണ്? ബീവി ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയാണ്. അപ്പൊ എന്നതുപോലെ ഏൽപ്പിക്കുന്ന ഒരു പതിവുണ്ട്. നമ്മുടെ കുട്ടിയെ നീ ആർക്കും മുലയൂട്ടാൻ വിട്ടുകൊടുക്കരുത്, നീ തന്നെ മുലപ്പാല് കൊടുക്കണം. അങ്ങനെ അവരത് സ്വീകരിച്ചു. ഒരു ദിവസം ഇമാമുൽ ഹറമൈനിയാകുന്ന കുഞ്ഞുമോനെ വീടിന്റെ ഉള്ളിലാക്കി എന്തോ അത്യാവശ്യം ഉമ്മ പുറത്തുപോയി. അപ്പൊ കുട്ടി കൈകാലിട്ടടിച്ച് കരയാൻ തുടങ്ങി. അയൽവക്കത്തുള്ള പെണ്ണ് കരച്ചിൽ കേട്ടുകൊണ്ട് ഓടി വന്നു, ഈ പൊന്നോമനെ താങ്ങിയെടുത്തു. എന്നിട്ട് താരാട്ട് പാടിയെങ്കിലും കരച്ചിൽ നിൽക്കുന്നില്ല. അവസാനം ഈ സ്ത്രീ, മുലയൂട്ടുന്ന സ്ത്രീ, ഇവളെന്ത് ചെയ്തു, പെട്ടെന്ന് മുലയെടുത്ത് ഇമാമുൽ ഹറമൈനിയാകുന്ന കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഒരു 2-3 ഇറക്ക് പാല് വലിച്ചിട്ടുണ്ടാകും. ഇത് കണ്ടുകൊണ്ട് ആ ഉമ്മ ഓടി വരുന്നത്. പെട്ടെന്ന് ആ കുഞ്ഞിനെ തട്ടിപ്പറിച്ചു വാങ്ങി. വളരെ വിഷമത്തിൽ കുട്ടിയെ ചുമലിലേറ്റ് നടക്കുമ്പോ മഹാനായ പിതാവ് കടന്നു വരുന്നു. നോക്കുമ്പോ ഉമ്മാന്റെ മുഖത്ത് വളരെ വിഷാദഭാവം, എന്തോ ഒരു ടെൻഷൻ. മഹാനായ ഇമാമുൽ ഹറമൈനി തങ്ങൾ, അവിടുത്തെ പിതാവ് ഉമ്മാനോട് ചോദിച്ചു, മോളെ ഞാൻ പോകുമ്പോ നീ നല്ല സന്തോഷവതിയാണല്ലോ, ഇപ്പൊ നിനക്കെന്താ ഒരു മ്ലാനത, വല്ല അസുഖം വല്ലതും ഉണ്ടോ, ക്ഷീണം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെന്തേ സംഭവിച്ചു? അത് ഈ കുട്ടിയുടെ വിഷയത്തിൽ അങ്ങ് പറഞ്ഞ വസിയത്ത് എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ല. എന്താ വസിയത്ത്? ഞാൻ നമ്മുടെ പൊന്നോമനെ വീടിന്റെ ഉള്ളിലാക്കി പുറത്തു പോകുമ്പോ അമിതമായി കരഞ്ഞപ്പോ അടുത്തുള്ള പെണ്ണ് വന്ന് കരച്ചിൽ നിൽക്കാതെ വന്നപ്പോ മുല കൊടുത്തു. കൂടുതൽ കുടിച്ചിട്ടില്ല. 2-3 ഇറക്ക് പാല് ആ കുഞ്ഞ് വലിച്ചിട്ടുണ്ടാകും. പിതാവിന്റെ മുഖം ചുവന്ന് തുടുത്തു വിവർണമായി. ഒരു നേരത്തെ ഭക്ഷണമല്ല, വയറ് നിറയെ ഭക്ഷണമല്ല, കേവലം 2-3 ഇറക്ക് പാല് ഉള്ളിലേക്ക് വലിച്ചു എന്ന് കേൾക്കുമ്പോ ആ പിതാവിന്റെ മുഖം ചുവന്ന് തൊടുത്ത് വിവർണമാകുന്നു. പാരത്രിക ലോകത്ത് വിശ്വാസമുള്ളവരാ, പടച്ചുറപ്പിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പാതിരാവിന്റെ മറവിൽ തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ടിട്ട് പകൽമാന്യന്മാരായി നടന്ന് ആരുടെയും എന്തും സമാഹരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം സ്വസ്ഥതയുണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയെങ്കിൽ ആ പിതാവ് കുഞ്ഞുമോനെ തലകീഴായി പിടിച്ചു. എന്നിട്ട് ആ പിതാവിന്റെ വിരലുകൾ കുഞ്ഞുമോന്റെ വായിലേക്കിട്ടു. ആ മുലപ്പാലങ്ങ് ഛർദ്ദിപ്പിക്കാൻ തുടങ്ങി. നുരയും പതയും വരുന്നു. അവസാനം കുഞ്ഞിനെ നിലത്തു വയ്ക്കുകയാണ്. ഇമാമുൽ ഹറമൈനി തങ്ങൾ പറഞ്ഞു, മക്കളെ, എനിക്ക് ഈ ഇടയ്ക്ക് ഈ പറയുന്ന മാറ്ററ് തപ്പിത്തടഞ്ഞ് മറന്നു പോകാനുള്ള കാരണം, ചിലപ്പോ എനിക്കൊരു അബോധാവസ്ഥ വരാനുള്ള കാരണം, എന്റെ ഉമ്മയുടേതല്ലാത്ത മറ്റൊരു പെണ്ണിന്റെ സുബഹത്തിന്റെ കലർപ്പുള്ള മുലപ്പാൽ എന്റെ ആമാശയത്തിൽ പറ്റിപ്പിടിച്ചു പോയി എന്ന് മഹാനായ ഇമാമുൽ ഹറമൈനി തങ്ങൾ പറഞ്ഞെങ്കിൽ, അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നാമൊക്കെ റബ്ബിനോട് ദുആ ചെയ്യലുണ്ട്, പല കാര്യങ്ങളും പൊട്ടിക്കരഞ്ഞ് പറയാറുണ്ട്, പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. കാരണം മത്അമുഹു ഹറാം, തിന്നുന്നത് ഹറാമാണ്, മശ്റബുഹു ഹറാം, കുടിക്കുന്നത് ഹറാമാണ്, മൽബസുഹു ഹറാം, ധരിച്ച വസ്ത്രം പോലും ബാങ്ക് ഇൻട്രസ്റ്റിന്റെ വായ്പയാണ്. അന്നാ യുസ്തജാബു ലഹു, എവിടെ നിന്നാണ് ഉത്തരം കിട്ടുക എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ, അതുകൊണ്ടാണ് അനസ് തങ്ങളോട് പറഞ്ഞത്, അനസ്, ദുആ ചെയ്താൽ ഉത്തരം വേണോ? ജോലി നന്നാക്കിക്കോളൂ, വരുമാനം നന്നാക്കിക്കോളൂ. ഇനിയും എത്രയോ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ചുരുക്കട്ടെ. അതുകൊണ്ട് തന്നെ ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകളും, അതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിലും, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിലും, അതൊരു ബിസിനസ്സുകാരനാണെങ്കിലും, മുസ്ലിമാണെന്ന ബോധം വേണം, പാരത്രിക ലോകത്തിൽ വിശ്വാസം വേണം. നൈമിഷികമായ സുഖത്തിന് വേണ്ടി ഒരിച്ചാൻ വയറിന്റെ വിശപ്പകറ്റാൻ ഏതോ മാർഗത്തിൽ നീ സമ്പാദിച്ചാൽ ഒരു വേള നിനക്കതിന്റെ ഗുണം ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് വന്നാൽ തന്നെ നിന്റെ മക്കളിലൂടെ അതിന്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അവർക്ക് നല്ല രൂപത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല.
പല മഹല്ലുകളും തെളിവുകളുണ്ട്, പല ആളുകളും സമ്പാദിച്ച മുതലുകള്. ഇന്ന് ആ മുതലിന്റെ സ്ഥിതി എന്താണ്? ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? പല മക്കളുടെയും കോലം എന്താണ്? പാപ്പമാർക്ക് സ്വസ്ഥതയുണ്ടോ? ഉമ്മമാർക്ക് മാന്യമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? എന്താ കാരണം? വരുമാനത്തിന്റെ തകരാറല്ല, കൊടുത്തത് മുഴുവനും അല്ല പൊരുത്തപ്പെടാത്ത മുതലാണ്. നമ്മളെക്കാൾ പട്ടിണി കിടന്ന കാലത്ത് പോലും മഹാന്മാരായ സ്വഹാബത്ത് ഇതിനേക്കാൾ വിശപ്പനുഭവിച്ച കാലത്ത് പോലും തന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഒരു കാരക്കയുടെ ചുള കൈകൊണ്ട് തൊട്ടിട്ടില്ല. നിരവധി സംഭവങ്ങളില്ലേ? ഇന്നതുപോലെ പട്ടിണിയുണ്ടോ? എത്ര പട്ടിണി സ്വഹാബത്ത് സഹിച്ചിട്ടുണ്ട്, നബിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോഴല്ലേ വളരെ ക്ഷീണിച്ചവശനായി വിശന്നുട്ടിയ വയറുമായി എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ ഒരു മനുഷ്യൻ റസൂലുള്ളാന്റെ അരികിൽ വന്നിട്ട് ഇന്നീ മജ്ഹൂദ് യാ റസൂലല്ലാഹ്, വല്ലാതെ വിശപ്പുണ്ട് നബിയെ, വല്ലതും വേണമെന്ന് പറയുമ്പോ ലോക നേതാവിന്റെ കണ്ണ് ഈറനണിയുകയാണ്, കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റ് വീഴുകയാണ്. കാരണം ഒരു ബിസ്ക്കറ്റിന്റെ പൊടിയില്ല, ഒരു പത്തിരിയുടെ കഷ്ടമില്ല, ഒരു കാരക്കയുടെ ചുളയില്ല. ആ നേതാവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അവസാനം തന്റെ മുന്നിൽ വന്ന വ്യക്തിയല്ലേ വെറുതെ മടക്കി പറഞ്ഞയക്കുന്നത് ശരിയല്ലല്ലോ. തന്റെ അനുചരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാര്യമാരടുത്തുണ്ടല്ലോ, പോകൂ, എന്തെങ്കിലും ചോദിച്ചു നോക്കൂ. എല്ലാ ഭാര്യമാരുടെ അരികിലും മഹാന്മാരായ സ്വഹാബത്ത് ചെന്നു. നബിതങ്ങൾ നാലു ഭാഗത്തേക്കും നോക്കുകയാണ്. മിനിറ്റുകൾ കഴിയുമ്പോ മുഴുവൻ സ്വഹാബികളും മടങ്ങിയെത്തി. പക്ഷേ വന്ന സ്വഹാബത്തിന്റെ കണ്ണും നിറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, അല്ല, ഈ പാവപ്പെട്ട മനുഷ്യന്റെ വിശപ്പകറ്റാൻ എന്റെ ഭാര്യമാരൊന്നും തന്നയച്ചില്ലേ? മറുപടി കണ്ണുനീരാണ്. വന്ന സ്വഹാബികൾ മുഴുവനും പറഞ്ഞു, നബിയെ, അവിടുത്തെ ഭാര്യമാരെല്ലാം പറഞ്ഞത് ഒറ്റ മറുപടിയാണ്, മാ ഇന്ദി ഇല്ലാ മാ. ആരാണിത് പറയുന്നത്? ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി അള്ള പറഞ്ഞയച്ച നേതാവിന്റെ വീടുകളിൽ ഭാര്യമാരുടെ മറുപടിയാണ്, പച്ചവെള്ളമല്ലാതെ ഒന്നും ഇല്ല ഹബീബേ. റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പറയുകയാണ്, ബൈത്തുൽ മാലിൽ മുതലില്ലേ, എവിടെ നമ്മുടെ രാജ്യം നന്നാവും? അഴിമതിയുടെ കൂത്തരംഗമായി രാജ്യം മാറുമ്പോ ലോകത്ത് ഭരണം പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് മദീനത്തെ പള്ളിയിൽ കോടിക്കണക്കിന് കാരക്കയുടെ കൂമ്പാരമുണ്ട്. അവിടുത്തെ ഭാര്യമാര് മുഴുവനും കണ്ണുനീരിലാകുമ്പോ ഒരു കാരക്കയുടെ ചുള അള്ളാന്റെ റസൂല് കൈകൊണ്ട് തൊടുന്നില്ല. കാരണം ഒരു ചുള ഇവിടെ തിന്ന് ജീവൻ നിലനിർത്തിയാലും ശാശ്വതമായി ജീവിക്കേണ്ട പാരത്രിക ലോകമാണ്, അവിടെ ജീവിതം നഷ്ടപ്പെടുമെന്ന് കരുതി സർവ ഭാര്യമാരും മറുപടി പറയുന്നു, മാ ഇന്ദി ഇല്ലാ മാ. പച്ചവെള്ളമല്ലാതെ വീടുകളിൽ ഇല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീരിന്റെ വേഗത കൂടി. ഹബീബായ നബി തങ്ങൾ അവസാനം ഈ പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്തേക്ക് ഇങ്ങനെ മാറി മാറി നോക്കിയിട്ട് ഇയാളെ പറഞ്ഞയക്കാൻ പറ്റൂലല്ലോ. ഹബീബായ നബി തങ്ങൾ ഉടനെ പറഞ്ഞു, ഇത് എന്റെ വിരുന്നുകാരനാ, ഇയാൾ എന്റെ വിരുന്നുകാരനാ. സ്വഹാബ, നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകുമോ? റഹിമഹുല്ലാഹ്, അയാൾക്ക് അല്ലാഹ് കരുണ ചെയ്യും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്